ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. മിഥുന മാസത്തിന് തുടക്കം കുറിക്കുവാൻ ഇനി വെറും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതായത് ജൂൺ 15 ആരംഭിക്കുന്ന മിഥുനം 1 അവസാനിക്കുന്നത് ജൂലൈ 16 ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങൾ സമ്മാനിക്കും. പലപ്പോഴും ഇത് 27 നക്ഷത്ര ജാതകരിലും എപ്രകാരമാണ് ഫലങ്ങൾ സമ്മാനിക്കുന്നത് എന്ന് നോക്കാം. ഈ മാസത്തിൽ നിരവധി ഗ്രഹമാറ്റങ്ങളാണ് മിഥുനത്തിലുണ്ടാകുന്നത്. ഏറ്റവും മികച്ച ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണ് എന്നതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും വളരെയധികം സ്വാധീനം സമ്മാനിക്കുന്നു. ശനി ഇപ്പോൾ മീനം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വ്യാഴം മിഥുനത്തിലും നിൽക്കുന്നു. എല്ലാ തരത്തിലും 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ മിഥുന മാസത്തിലെ രാശിഫലം നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യഭാഗം. മേടക്കോറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം എന്നിവ ചേർന്ന് വരുന്നതിൽ നിങ്ങൾക്ക് ഗുണപരമായ വളരെയധികം മാറ്റങ്ങൾ സമ്മാനിക്കും. കൂടാതെ ഇത് നിങ്ങളുടെ ജോലിയിലും കരിയറിലും വളരെയധികം ഉയർച്ച സമ്മാനിക്കുന്നതാണ്. വിവാഹത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. മിഥുന മാസത്തിൽ മേടരാശിക്കാരായ ആളുകൾക്ക് ദീർഘകാലമായി നിങ്ങളെ അലട്ടുന്ന രോഗങ്ങളിൽ നിന്നും മോചനം നേടുവാനും ആരോഗ്യം വീണ്ടെടുക്കുവാനും സാധിക്കും. ശാരീരികവും മാനസികവുമായ ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ തലത്തിലേക്ക് നിങ്ങൾക്ക് കടക്കുവാൻ സാധിക്കുന്നതാണ്. അപ്രതീക്ഷിതമായ ധനാഗമവും ഭാഗ്യ അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിരത വർദ്ധിപ്പിക്കുന്നതിനും പുതിയ അവസരങ്ങൾക്കുള്ള വാതിൽ തുറക്കുന്നതുമാണ്. സർക്കാർ മേഖലയിൽ പ്രത്യേകിച്ച് പട്ടാളം, പോലീസ്, കായികം തുടങ്ങിയ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഉന്നത സ്ഥാനലബ്ധി ഉണ്ടാകുന്നതാണ്. കഠിനമായ അധ്വാനത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും ഫലമായി സ്ഥാനക്കയറ്റത്തിനും അംഗീകാരത്തിനുമുള്ള അവസരങ്ങൾ വന്നുചേരും. പുതിയ ഭൂമി ഏറ്റെടുക്കൽ, നിലവിലുള്ള സ്വത്ത് തർക്കങ്ങളുടെ സുഗമമായ പരിഹാരം എന്നിവയും പ്രതീക്ഷിക്കാം. ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതിനും സമൂഹത്തിൽ നിങ്ങളുടെ ബഹുമാനവും ആദരവും വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കുന്നതാണ്. മിഥുന മാസത്തിൽ അശ്വതി നക്ഷത്രക്കാർ തിങ്കളാഴ്ച, ബുധനാഴ്ച, ശനിയാഴ്ച ദിവസങ്ങളിലും, ഭരണി നക്ഷത്രക്കാർ തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും ഞായറാഴ്ച ദിവസവും, കാർത്തിക നക്ഷത്രക്കാർ ചൊവ്വാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസങ്ങളിലും ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തി കഴിയും വിധം വഴിപാടുകൾ നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി. ഇടവ രാശിയിൽ വരുന്ന 3 നക്ഷത്ര ജാതകർക്ക് മിഥുന മാസത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ സമ്മാനിക്കും. ഇത് കൂടാതെ നിങ്ങളുടെ ജീവിതം വളരെയധികം സന്തോഷവും സമാധാനവുമായി മാറുന്നതാണ്. ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അതുവഴി നിങ്ങൾക്ക് അനുകൂലമായ പല മാറ്റങ്ങളും സംഭവിക്കും. ജീവിതത്തിൽ ആരോഗ്യപരമായ വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു എന്നതാണ് സത്യം. ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും നിങ്ങളെ എല്ലായ്പ്പോഴും തേടിയെത്തുന്നതാണ്. പുരോഗതി, വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി വിദേശ യാത്രാവാസം എന്നിവ അനിവാര്യമായി തീരും. മാനസികമായി വളരെയധികം സന്തോഷം ലഭിക്കുന്ന ദിവസങ്ങളാണ്. സ്ത്രീകൾ മൂലം സാമ്പത്തിക ലാഭം, മനസ്സന്തോഷം ഇവ സമ്മാനിക്കും. കുടുംബ ബന്ധുജന വിരഹം, അന്യസ്ത്രീ ബന്ധം എന്നിവ ഉണ്ടാകുന്നതാണ്. മേലധികാരിയുടെ പ്രശംസ ലഭിക്കുവാനോ ജോലിയിൽ സ്ഥാനക്കയറ്റമോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ജാതകത്തിൽ ബുധൻ ബലവാനായി നിൽക്കുന്ന ആളുകൾക്ക് എഴുത്തുവഴി ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടി വരിക എന്നിവ ഉണ്ടാകുന്നതാണ്. എന്നാൽ വ്യാഴദശ നടക്കുന്ന ആളുകൾക്ക് വ്യാഴം നിങ്ങൾക്ക് അനുകൂലമായ സ്ഥിതി അല്ലെങ്കിൽ വരവിൽ കവിഞ്ഞ ചെലവ്, അപമാനം, അന്യദേശവാസം എന്നിവ അനുഭവത്തിൽ വരുന്നതാണ്. മിഥുന മാസത്തിൽ കാർത്തിക നക്ഷത്ര ജാതകർ തിങ്കൾ, ചൊവ്വ, വെള്ളിയാഴ്ച ദിവസങ്ങളിലും, രോഹിണി നക്ഷത്രക്കാർ ചൊവ്വ, ബുധൻ, ശനിയാഴ്ച ദിവസങ്ങളിലും,
മകയിരം നക്ഷത്രക്കാർ ബുധൻ, വ്യാഴം, ഞായറാഴ്ച ദിവസങ്ങളിലും ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം രണ്ടാം പകുതി, തിരുവാതിര പുണർതം ആദ്യ മുക്കാൽ ഭാഗം. മിഥുന രാശിയിൽ ജനിച്ചവർക്ക് വലിയ നേട്ടങ്ങളാണ് വന്നു ചേരുവാൻ പോകുന്നത്. ആരോഗ്യപരമായി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രതിസന്ധികളും തന്നെ പരിഹരിക്കപ്പെടുന്നതാണ്. പലപ്പോഴും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മികച്ച മാറ്റങ്ങളാണ് നിങ്ങളെ തേടിയെത്തുക. ഗുണദോഷ സമ്മിശ്രമായ നേട്ടങ്ങൾ വന്നു ചേരും. പ്രണയിക്കുന്ന ആളുകൾക്ക് വിവാഹത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായ സമയമാണ്. ചിലർക്ക് പുനർവിവാഹ യോഗവും വന്നു ചേരും. കലാകാരന്മാരായ ആളുകൾക്കും അഭിഭാഷകർക്കും ഈ മാസം സാമ്പത്തികമായ വലിയ നേട്ടങ്ങളും പ്രശസ്തിയും വന്നു ചേരും. വിദ്യാർത്ഥികളായ ആളുകൾക്ക് നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. വിദേശ പഠനം പോലുള്ള ആഗ്രഹങ്ങൾ സഫലമാകുന്നതാണ്. കൂടാതെ വളരെ കാലമായി തീരാതെ കിടന്ന ഒരു കേസിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി പ്രതീക്ഷിക്കാം. ഈ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനുള്ള ധൈര്യവും സഹിഷ്ണുതയും വന്നു ചേരും. മിഥുന മാസത്തിൽ മകയിരം നക്ഷത്ര ജാതകർ ബുധൻ, വ്യാഴം, ഞായറാഴ്ച ദിവസങ്ങളിലും, തിരുവാതിര നക്ഷത്രക്കാർ വ്യാഴം, വെള്ളി, തിങ്കളാഴ്ച ദിവസങ്ങളിലും, പുണർതം നക്ഷത്രക്കാർ ബുധൻ, വെള്ളി, ശനി ദിവസങ്ങളിലും ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർതം അവസാന കാൽഭാഗം, പൂയം, ആയില്യം. കർക്കിടക രാശിയിൽ വരുന്ന 3 നക്ഷത്ര ജാതകർക്ക് മികച്ച മാറ്റങ്ങളാണ് മിഥുന മാസത്തിൽ വന്നു ചേരുക. പല കോണിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ വരുമാനം വന്നു ചേരും. എല്ലാ കാര്യങ്ങളിലും പൊതുവിൽ മാറ്റമുണ്ടാകുന്ന സമയമാണ്. തൊഴിൽ, താമസ സ്ഥലം, ഭക്ഷണം, ജീവിത സുഖ സൗകര്യങ്ങൾ എന്നിവയിൽ ഗണ്യമായ മാറ്റങ്ങൾ സംഭവിക്കും. കുടുംബത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾക്ക് അത്ഭുതപൂർവമായ രീതിയിലുള്ള വളർച്ചയുണ്ടാകും. മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ വളരെയധികം ശ്രദ്ധയും പരിഗണനയും നൽകിയാൽ വരാൻ പോകുന്ന കാര്യങ്ങളിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തുന്നതാണ്. കുടുംബത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും. തൊഴിലിടത്തിൽ അപ്രതീക്ഷിത സ്ഥാനചലനവും സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാം. സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അർഹമായ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. മിഥുന മാസത്തിൽ പുണർതം നക്ഷത്ര ജാതകർ ബുധൻ, വെള്ളി, ശനിയാഴ്ച ദിവസങ്ങളിലും, പൂയം നക്ഷത്രക്കാർ വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിലും, ആയില്യം നക്ഷത്രക്കാർ ചൊവ്വ, വെള്ളി, ഞായറാഴ്ച ദിവസങ്ങളിലും ആചാരാനുഷ്ഠാന പ്രകാരം നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ചിങ്ങ രാശിയിൽ വരുന്ന 3 നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ പല നേട്ടങ്ങൾ മിഥുന മാസത്തിൽ തേടിയെത്തും. കൂടാതെ നിങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും സന്തോഷകരമായ പല കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനും സാധിക്കുന്നതാണ്. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. വളരെയധികം തൊഴിലാളികളെ നിയന്ത്രിക്കുവാനുള്ള അധികാര ജോലി, മാന്ത്രിക വിദ്യയിൽ ഉന്നതി, സൽപുത്ര ഭാഗ്യം, കായിക രംഗത്ത് താല്പര്യവും ഉയർച്ചയും എന്നിവയുണ്ടാകും. കുടുംബ ബന്ധുജനങ്ങൾക്ക് വിരോധവും അഭിപ്രായ വ്യത്യാസവും ഉടലെടുക്കുവാൻ ഇടയുണ്ട്. ഭൂമി ലാഭം, പുതിയ വീട് എന്നിവയും നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിച്ചേക്കാം. ചുരുക്കം ചിലർക്ക് ശത്രുക്കളിൽ നിന്നുള്ള ശല്യമുണ്ടാകുവാൻ ഇടയുള്ള മാസമാണ്. സർക്കാർ ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് ജോലിയിലെ സമ്മർദ്ദം കാരണം കൂടുതൽ നേരം തൊഴിൽ ചെയ്യേണ്ട സാഹചര്യമുണ്ടാകാം. മിഥുന മാസത്തിൽ മകം നക്ഷത്ര ജാതകർ തിങ്കൾ, ബുധൻ, ശനിയാഴ്ച ദിവസങ്ങളിലും, പൂരം നക്ഷത്ര ജാതകർ തിങ്കൾ, വ്യാഴം, ഞായറാഴ്ച ദിവസങ്ങളിലും, ഉത്രം നക്ഷത്ര ജാതകർ തിങ്കൾ, ചൊവ്വ, വെള്ളി ദിവസങ്ങളിലും ആചാരാനുഷ്ഠാന പ്രകാരം വ്രതമനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി.
കന്നി രാശിയിൽ വരുന്ന 3 നക്ഷത്ര ജാതകർക്ക് വളരെയധികം ധനനേട്ടം തേടിയെത്തുന്ന സമയമാണ്. ഇത് മാത്രമല്ല, എല്ലാ വിധത്തിലുള്ള കടബാധ്യതകളും നിങ്ങൾക്ക് ഇല്ലാതാക്കുന്ന സമയമാണെന്നതിൽ യാതൊരു രീതിയിലുള്ള സംശയവും വേണ്ട. സാമ്പത്തികമായ സ്ഥിതി വളരെയധികം ഇരട്ടിയാകും. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് സാമ്പത്തികമായി വളരെയധികം ലാഭം സമ്മാനിക്കും. എന്നിരുന്നാലും നിങ്ങൾ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമാകും. വിദ്യാഭ്യാസത്തിലും വിദേശ തൊഴിലവസരങ്ങളിലും വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മികച്ച ഫലങ്ങൾ വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കും. വിദേശത്തുള്ള തൊഴിലവസരങ്ങൾ തേടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാണ്. മിഥുനമാസത്തിൽ വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാനും ഉപരിപഠനത്തിലുള്ള അവസരങ്ങൾ ലഭിക്കുവാനും ഇടയുണ്ട്. സ്കോളർഷിപ്പുകൾ, ഗവേഷണ പദ്ധതികൾ അല്ലെങ്കിൽ വിദേശ സർവകലാശാലകളിൽ നിന്നുള്ള അഡ്മിഷൻ എന്നിവ പോലുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വന്നു ചേരും. ധനപരമായി വളരെയധികം നേട്ടങ്ങൾ, ബിസിനസ്സിലെ പുരോഗതി, കുടുംബജീവിതത്തിലെ സന്തോഷം, പുതിയ വീട് വാങ്ങുവാനുള്ള യോഗം, തൊഴിൽ മേഖലയിലെ വിജയം, വിദേശവാസം, ദാമ്പത്തിക ഐക്യം, വിവാഹം, ആഭരണങ്ങൾ സ്വന്തമാക്കൽ, കീർത്തി, ബന്ധുക്കളുടെ സ്നേഹം, നിയമപരമായ തർക്കങ്ങളിലെ വിജയം എന്നിവ നിങ്ങൾക്ക് ഈ മാസം എല്ലാ രീതിയിലും പ്രതീക്ഷിക്കാവുന്ന നേട്ടങ്ങളിൽ പെടുന്നതാണ്. സർക്കാർ തലത്തിൽ നടന്ന പരീക്ഷകളിൽ പങ്കെടുത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കാത്തിരുന്ന നിയമന ഉത്തരവുകൾ ലഭിക്കുവാനും സർക്കാർ സേവനത്തിലേക്ക് പ്രവേശിക്കുവാനുമുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയും സന്തോഷവും വർദ്ധിക്കും. ബന്ധുജനങ്ങളുമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി സ്വരച്ചേർച്ചയോടെ മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ വന്നു ചേരും. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും മികച്ച അംഗീകാരം നേടുന്നതിനുമുള്ള അവസരങ്ങൾ വന്നു ചേരും. പൊതുവെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന എല്ലാവിധ കാര്യങ്ങളും സഫലമാകുന്ന സമയമാണ്. യുക്തിചിന്ത പരീക്ഷിക്കാതെ ന്യായമായ കാര്യങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച് നേടിയെടുക്കുവാൻ ശ്രമിക്കുക. പിതൃസ്വത്ത് ലഭിക്കുകയോ കുടുംബപരമായ സ്വത്തുക്കൾ വീതിക്കുകയോ ചെയ്തേക്കാം. അഭിഭാഷകർ, പത്രപ്രവർത്തകർ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കുവാനും പ്രശസ്തി നേടുവാനുമുള്ള അവസരങ്ങൾ സിദ്ധിക്കുന്നതാണ്. ഈ കാലഘട്ടം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കുന്നതിനുമുള്ള അനുകൂലമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. മിഥുന മാസത്തിൽ ഉത്രം നക്ഷത്ര ജാതകർ തിങ്കൾ, ചൊവ്വ, വെള്ളി ദിവസങ്ങളിലും, അത്തം നക്ഷത്ര ജാതകർ ചൊവ്വ, ബുധൻ, ശനിയാഴ്ച ദിവസങ്ങളിലും, ചിത്തിര നക്ഷത്രക്കാർ ബുധൻ, വ്യാഴം, ഞായറാഴ്ച ദിവസങ്ങളിലും ആചാരാനുഷ്ഠാന പ്രകാരം വ്രതമനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര രണ്ടാം പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിയിൽ വരുന്ന 3 നക്ഷത്ര ജാതകർക്ക് വളരെയധികം അനുകൂലമായ മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ്. പഠന കാര്യങ്ങളിൽ കൂടുതൽ നേട്ടങ്ങളും വിജയങ്ങളും നിങ്ങളെ തേടിയെത്തും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അലയടിക്കുന്നതാണ്. പ്രണയിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ വിവാഹത്തിലേക്ക് എത്തുന്നതിനുള്ള യോഗം വന്നു ചേരും. ജാതകത്തിൽ ബുധൻ ഭാഗ്യസ്ഥാനത്തുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു കാലഘട്ടമാണിത്. നല്ല സുഹൃത്തുക്കളെ ലഭിക്കും. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മികവ് പുലർത്തുവാൻ കഴിയുന്നതാണ്. കൂടാതെ തന്നെ സന്താനങ്ങളുടെ കാര്യത്തിലും അനുകൂലമായ സമയമാണ്. അവരുടെ ആരോഗ്യം മെച്ചപ്പെടുകയും അവരിലൂടെ നിങ്ങൾക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. ഈ മാസം ആത്മീയമായ ചിന്തകൾക്കും പുണ്യകർമ്മങ്ങൾക്കും പ്രാധാന്യം കൈവരും. പുണ്യസ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾക്കും മറ്റും അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. എന്നാൽ അമിതമായ കോപവും വൈകാരിക പ്രകടനങ്ങളും പ്രശ്നങ്ങൾ സമ്മാനിക്കും. സംയമനം പാലിക്കുകയും ക്ഷമ കൈവിടാതിരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായ ഒരു സമയം കൂടിയാണ്.
നിങ്ങളുടെ ബന്ധുക്കളുടെയോ ജീവിത പങ്കാളിയുടെയോ വിയോഗം പോലുള്ള വേർപാടുകൾ ഉണ്ടാകുവാനും അതിൻ്റെ ഫലമായി ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരികയും ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ് ഈ മാസം ഉത്തമം. അവ മാനഹാനിക്കും സാമ്പത്തിക നഷ്ടത്തിനും കാരണമാകാം. നിങ്ങളുടെ മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. വരവിൽ കവിഞ്ഞ ചെലവും സാമ്പത്തികമായ തർക്കങ്ങൾ എന്നിവ ഉണ്ടാകുവാനും ഇടയുള്ള മാസമാണ്. രാത്രി കാലങ്ങളിലുള്ള യാത്രകൾ കഴിവതും ഒഴിവാക്കുക. സർപ്പഭയം, അപകടങ്ങൾ എന്നിവ ഉണ്ടാകുവാനുള്ള സാധ്യത തള്ളിക്കളയുവാൻ സാധിക്കില്ല. ചില സാഹചര്യങ്ങളിൽ അന്യരുടെ സഹായം തേടേണ്ടതായും വന്നേക്കാം. ദൂരയാത്രകൾ ആവശ്യമായി വന്നേക്കുമെങ്കിലും അവ ക്ലേശകരമാകുവാനുള്ള സാധ്യതയും വന്നു ചേരാം. എന്നാൽ കലാ, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടും. അവരുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുകയും പ്രോത്സാഹനം ലഭിക്കുകയും ചെയ്യുന്ന മാസമാണ്. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും നിങ്ങൾക്കാവശ്യമാണ്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളുടെ സഹപ്രവർത്തകരുടെ ഇടപെടൽ കാരണം അപവാദങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. സോഷ്യൽ മീഡിയയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സംഭവബഹുലമായ ഒരു മാസമാണ് വന്നു ചേർന്നിരിക്കുന്നത്. മിഥുന മാസത്തിൽ ചിത്തിര നക്ഷത്ര ജാതകരായ ആളുകൾ വ്യാഴം, ബുധൻ, ഞായറാഴ്ച ദിവസങ്ങളിലും, ചോതി നക്ഷത്രക്കാരായ ആളുകൾ തിങ്കൾ, വ്യാഴം, വെള്ളിയാഴ്ച ദിവസങ്ങളിലും, വിശാഖം നക്ഷത്രക്കാരായ ആളുകൾ ബുധൻ, വെള്ളി, ശനിയാഴ്ച ദിവസങ്ങളിലും ആചാരാനുഷ്ഠാന പ്രകാരം വ്രതമനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട, വൃശ്ചികക്കൂറിൽ വരുന്ന 3 നക്ഷത്ര ജാതകർക്ക് ധന നേട്ടങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ്. ഇത് കൂടാതെ നിങ്ങളുടെ ആത്മവിശ്വാസം എല്ലാ രീതിയിലും വർദ്ധിക്കും. വിവാഹത്തിൻ്റെ കാര്യത്തിൽ പെട്ടെന്നുള്ള ഒരു തീരുമാനമുണ്ടാകും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ്. ചിട്ടി, ലോട്ടറി, ഊഹക്കച്ചവടം എന്നിവയിൽ നിന്ന് നിങ്ങൾക്ക് വൻ ലാഭം നേടുവാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യം നിങ്ങളെ പിന്തുണയ്ക്കുന്നതിനാൽ ഈ അവസരങ്ങൾ മുതലെടുക്കുന്നത് വളരെയധികം നന്നാണ്. മിഥുനമാസത്തിൽ സാഹസികമായ പ്രവർത്തനങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുമുള്ള താല്പര്യം വർദ്ധിക്കും. പരോപകാരത്തിൽ താല്പര്യം വർദ്ധിക്കുകയും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുവാൻ കഴിയുകയും ചെയ്യുന്നതാണ്. വിദേശത്തും സ്വദേശത്തും തൊഴിൽ മേഖലയിലും വിജയം കൈവരിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളെ ഈ സമയം തേടിയെത്തും. വിദേശത്ത് സ്ഥിര താമസമാക്കുവാനും സാധ്യതയുണ്ട്. ജാതകത്തിൽ 8ാം ഭാവത്തിൽ ബുധൻ സ്ഥിതി ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അപ്രതീക്ഷിതമായ ഉയർച്ചയും അംഗീകാരവും ലഭിക്കും. സമൂഹത്തിൽ നിങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്വീകാര്യമായ തരത്തിൽ പ്രസിദ്ധി നേടുന്നതാണ്. സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കും. നിങ്ങളുടെ കൃതികൾ വായനക്കാരുടെ ഇടയിൽ വലിയ സ്വീകാര്യത നേടുന്നതാണ്. സർക്കാരിൽ നിന്നുമുള്ള ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാം. നിങ്ങൾ കാത്തിരുന്ന പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കുകയും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്ന മാസമാണ്. തൊഴിൽ അന്വേഷിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ പട്ടാളം, പോലീസ്, കായികം തുടങ്ങിയ മേഖലകളിൽ നിങ്ങൾക്ക് അവസരം സിദ്ധിക്കുന്നതാണ്. ഭൂമി വാങ്ങുവാനുള്ള അവസരം, കൃഷിയിലെ ലാഭം, നിയമപരമായ തർക്കങ്ങളിലെ വിജയം എന്നിവ പ്രതീക്ഷിക്കാം. പുതിയ വാഹനം വാങ്ങുന്നതിലും അതുമൂലം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള യോഗവും വന്നുചേരും. നിങ്ങളുടെ ഗുരുക്കന്മാരുടെയും മുതിർന്നവരുടെയും പ്രീതിയും അനുഗ്രഹവും എല്ലാ കാര്യങ്ങളിലും വന്നുചേരും. മിഥുന മാസത്തിൽ വിശാഖം നക്ഷത്ര ജാതകരായ ആളുകൾ വെള്ളി, ബുധൻ, ശനിയാഴ്ച ദിവസങ്ങളിലും, അനിഴം നക്ഷത്ര ജാതകരായ ആളുകൾ വ്യാഴം, ഞായർ, ശനിയാഴ്ച ദിവസങ്ങളിലും, തൃക്കേട്ട നക്ഷത്ര ജാതകരായ ആളുകൾ ചൊവ്വ, വെള്ളി, ഞായറാഴ്ച ദിവസങ്ങളിലും ആചാരാനുഷ്ഠാന പ്രകാരം വ്രതമനുഷ്ഠിച്ച് ക്ഷേത്രദർശനം നടത്തി നിങ്ങൾക്ക് കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് ധനുരാശിക്കാരാണ്.
മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം. ധനു രാശിയിൽ വരുന്ന 3 നക്ഷത്ര ജാതകർക്ക് വിവാഹത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. സൗന്ദര്യവും സമ്പത്തും ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുവാനുള്ള യോഗമുണ്ട്. സ്വന്തം കുടുംബത്തെക്കാൾ ഉയർന്ന സാമ്പത്തിക സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നുള്ള വ്യക്തിയായിരിക്കും നിങ്ങൾക്ക് പങ്കാളിയായി ലഭിക്കുക. ഈ ബന്ധം വ്യക്തിപരമായ വളർച്ചയ്ക്കും സാമൂഹികമായ അംഗീകാരത്തിനും വഴിയൊരുക്കും. അവിവാഹിതരായ ആളുകൾക്ക് വിവാഹാലോചനകൾ സജീവമാകുന്ന ഒരു കാലമാണ്. എന്നാൽ വിവാഹം ഉറപ്പിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ ചില നിസ്സാര കാരണങ്ങളാൽ മുടങ്ങിപ്പോവാനുള്ള സാധ്യതയും തള്ളിക്കളയുവാനാകില്ല. വിവാഹം മാത്രമല്ല, ജീവിതത്തിൻ്റെ പല മേഖലകളിലും തടസ്സങ്ങളും കാലതാമസവും നേരിടേണ്ടി വരുവാനും ഇടയുണ്ട്. ക്ഷമയും സഹിഷ്ണുതയും ഈ സമയത്ത് വളരെയധികം അത്യന്താപേക്ഷിതമാണെന്നുള്ള കാര്യം ഓർമ്മയിൽ വെക്കണം. വിവാഹിതരായ ആളുകൾക്ക് ജീവിത പങ്കാളിയുടെ ആരോഗ്യസ്ഥിതി മോശമാകുകയോ അകന്നു കഴിയേണ്ടി വരികയോ ഉള്ള സാഹചര്യം ഉണ്ടാകുവാൻ ഇടയുണ്ട്. സ്ത്രീകളുമായുള്ള ഇടപെടലുകളിൽ പ്രത്യേകിച്ചും ജാഗ്രത പുലർത്തേണ്ടത് ഗുണകരമാകും. അല്ലാത്ത പക്ഷം സാമ്പത്തിക നഷ്ടം, അപവാദങ്ങൾ, മാനസിക വിഷമം എന്നിവ അനുഭവിക്കേണ്ടി വന്നേക്കാം. കുടുംബത്തിൽ, പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുമായ മക്കളുമായുള്ള ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുവാനുമുള്ള ഇടയുണ്ട്. സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ശോഭിക്കുവാനുള്ള സമയമാണ്. നൃത്തം, സംഗീതം തുടങ്ങിയ മേഖലകളിലുള്ള ആളുകൾക്ക് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും പ്രശസ്തി നേടുവാനും കഴിയും. ജാതകത്തിൽ മിഥുനത്തിൽ ബുധൻ സ്ഥിതി ചെയ്യുന്ന ആളുകൾക്ക് ചിത്രകലയിലും ശില്പനിർമ്മാണത്തിലും അസാധാരണമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ കഴിയുന്നതാണ്. എന്നാൽ ജാതകത്തിൽ ബുധൻ ദുർബലനായിരിക്കുന്ന ആളുകൾക്ക് കാര്യമായി അഭിപ്രായ വ്യത്യാസങ്ങൾ, സന്താനോൽപാദനത്തിലെ ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അതിനാൽ തന്നെ ഒരു ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം പരിഹാരങ്ങൾ ചെയ്യുന്നത് നന്നാണ്. മിഥുന മാസത്തിൽ മൂലം നക്ഷത്ര ജാതകർ തിങ്കൾ, ബുധൻ, ശനി ദിവസങ്ങളിലും, പൂരാടം നക്ഷത്ര ജാതകർ വ്യാഴം, തിങ്കൾ, ഞായറാഴ്ച ദിവസങ്ങളിലും, ഉത്രാടം നക്ഷത്രക്കാർ തിങ്കൾ, ചൊവ്വ, വെള്ളിയാഴ്ച ദിവസങ്ങളിലും ആചാരാനുഷ്ഠാന പ്രകാരം വ്രതമനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി. മകരരാശിയിൽ വരുന്ന 3 നക്ഷത്ര ജാതകർക്ക് ദോഷഫലങ്ങൾ അല്പം വർദ്ധിച്ചു നിൽക്കുന്ന സമയമാണ്. വിദേശത്ത് പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുവാനുള്ള യോഗമുണ്ട്. കൂടാതെ ബന്ധുക്കളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാനുമുള്ള അവസരങ്ങൾ സിദ്ധിക്കുന്നതാണ്. പലപ്പോഴും ഇത്തരം മാറ്റങ്ങൾ നിങ്ങളെ പല രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് നയിക്കും. ബിസിനസ് മാറ്റങ്ങൾ എത്രത്തോളം നിങ്ങളെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ചെറിയ മാറ്റങ്ങൾ പോലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഉദരസംബന്ധമായ അസുഖങ്ങൾ, പിതൃസ്വത്ത് ലഭിക്കുന്നതിലെ തടസ്സങ്ങൾ, മാനസിക അസ്വസ്ഥതകൾ, അലസത എന്നിവ അനുഭവപ്പെടാം. സ്ത്രീകൾ മൂലമുള്ള സാമ്പത്തിക നഷ്ടം, അപകീർത്തി, അമിതവ്യയം എന്നിവ സംഭവിക്കാം. ഈ മാസം ശത്രുക്കളുടെ മേലുള്ള വിജയവും തൊഴിൽ മേഖലയിലെ നേട്ടങ്ങളും കൈവരിക്കുവാനുള്ള സാധ്യതകൾ വന്നു ചേരാം. എന്നാൽ അമിതമായ ആത്മവിശ്വാസം, ജാമ്യം നിൽക്കൽ, കടം കൊടുക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് ഉത്തമം. അല്ലാത്ത പക്ഷം ഇവ നിങ്ങൾക്ക് സാമ്പത്തികമായും സാമൂഹികമായും പ്രതികൂലമായ ഫലങ്ങൾ സമ്മാനിക്കും. രക്തസംബന്ധമായ അസുഖങ്ങൾ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടതുണ്ട്. നിലവിലുള്ള രോഗങ്ങൾ മൂർച്ഛിക്കുവാനുള്ള സാധ്യതയുള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ഇത് കുടുംബ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുവാനും സന്തോഷം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. സന്താനങ്ങൾ മൂലമുള്ള അനുഗ്രഹങ്ങളും ഈ സമയത്ത് ചിലർക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ചിലർക്ക് അപരിചിതരിൽ നിന്നും അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളോ അനുഭവങ്ങളോ നേരിടേണ്ടി വന്നേക്കാം. അതിനാൽ പുതിയ ആളുകളുമായി ബന്ധങ്ങൾ പുലർത്തുമ്പോൾ വളരെയധികം ജാഗ്രത പുലർത്തുന്നത് ഗുണകരമാകും. വാഗ്വാദങ്ങളിൽ നിന്നും അനാവശ്യമായ തർക്കങ്ങളിലും പരമാവധി ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഉത്തമം. അല്ലാത്ത പക്ഷം അവ വലിയ നഷ്ടങ്ങളിലേക്ക് നിങ്ങളെ നയിച്ചേക്കാം. ചിലർക്ക് ഉന്നത സ്ഥാനലബ്ധി, സാമ്പത്തിക നേട്ടം, ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവ സ്വന്തമാക്കുവാനുള്ള ഭാഗ്യം സിദ്ധിക്കും. ആരോഗ്യം വർദ്ധിക്കൽ തുടങ്ങിയ അനുകൂല ഫലങ്ങളും അനുഭവപ്പെടാം. മിഥുന മാസത്തിൽ ഉത്രാടം നക്ഷത്ര ജാതകരായ ആളുകൾ തിങ്കൾ, ചൊവ്വ, വെള്ളിയാഴ്ച ദിവസങ്ങളിലും,
തിരുവോണം നക്ഷത്ര ജാതകർ ചൊവ്വ ബുധൻ ശനിയാഴ്ച ദിവസങ്ങളിലും, അവിട്ടം നക്ഷത്ര ജാതകർ ബുധൻ വ്യാഴം ഞായറാഴ്ച ദിവസങ്ങളിലും ആചാരാനുഷ്ഠാന പ്രകാരം വ്രതമനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി, ചതയം പോരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ജാതകത്തിൽ ബുധനും ശുക്രനും ഒന്നിച്ചു നിൽക്കുന്ന ആളുകൾക്ക് ഈ മിഥുന മാസത്തിൽ വളരെയധികം അനുകൂലമായ ഫലങ്ങൾ പ്രദാനം ചെയ്യും. മന്ത്രതന്ത്രങ്ങളിൽ അഭിരുചിയുള്ളവർ, താന്ത്രികർ, പൂജാരികൾ, കലാകാരന്മാർ എന്നിവർക്ക് ഈ സമയം വളരെയധികം അനുകൂലമാണ്. കലാപരമായ കഴിവുകൾ വളർത്തിയെടുക്കുവാനും കലാസൃഷ്ടികൾക്ക് അംഗീകാരം നേടുവാനും സാധിക്കും. ആധ്യാത്മിക ചിന്തകൾ, മതപരമായ കർമ്മങ്ങൾക്കും പ്രാധാന്യം കൈവരും. മിഥുന മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷവും സംതൃപ്തിയും വർദ്ധിക്കും. എന്നാൽ ഈ മാസം ചീട്ടുകളി, ചൂതുകളി, പന്തയം തുടങ്ങിയവയിൽ താല്പര്യം വർദ്ധിക്കുവാനിടയുണ്ട്. ഈ വക സാമ്പത്തിക നഷ്ടത്തിനും കേസുവഴക്കുകൾക്കും കാരണമാകുവാൻ ഇടയുള്ള മാസമാണ്. അതിനാൽ തന്നെ നിങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും കഴിവിന് വിട്ടുനിൽക്കുന്നതാണ് ഉചിതം. എന്നാൽ നിങ്ങൾക്ക് സഹജീവികളോടുള്ള അനുകമ്പ വർദ്ധിക്കുന്നതിനുള്ള ഒരു സമയം കൂടിയാണ്. അഭയം തേടി വരുന്നവർക്ക് സംരക്ഷണം നൽകുവാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുവാനുമുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ മാതാവിൽ നിന്നും പിന്തുണയും അനുഗ്രഹവും പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയും സമാധാന അന്തരീക്ഷവും നിലനിൽക്കും. ബന്ധുക്കളുമായുള്ള സ്നേഹവും സൗഹാർദ്ദത്തിലും കഴിയുവാൻ കഴിയുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സ്നേഹവും വർദ്ധിക്കും. ചിലർക്ക് ആഭരണങ്ങൾ സ്വന്തമാക്കുവാനുമുള്ള ഭാഗ്യം കൈവരുന്നതാണ്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ചെറിയ വാഹനം മാറ്റി വലിയ വാഹനം വാങ്ങുവാനുള്ള യോഗമുണ്ട്. ബിസിനസ്സിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരുകയും അവ മുതലെടുക്കുവാൻ കഴിയുകയും ചെയ്യുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച അവസരങ്ങൾ കൈവരിക്കുവാനും സ്കോളർഷിപ്പുകൾ നേടുവാനും സാധിക്കും. മാതാപിതാക്കൾ മക്കളുടെ വളർച്ചയിൽ അഭിമാനം കൊള്ളുന്ന സമയമാണ്. നിങ്ങളുടെ ഗുരുക്കന്മാരുടെയും മുതിർന്നവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഈ കാലഘട്ടത്ത് വന്നു ചേരും. മിഥുന മാസത്തിൽ അവിട്ടം നക്ഷത്ര ജാതകരായ ആളുകൾ ബുധൻ വ്യാഴം ഞായറാഴ്ച ദിവസങ്ങളിലും, ചതയം നക്ഷത്ര ജാതകരായ ആളുകൾ തിങ്കൾ വെള്ളി വ്യാഴം ദിവസങ്ങളിലും, പൂരിട്ടാതി നക്ഷത്ര ജാതകരായ ആളുകൾ ബുധൻ വെള്ളി ശനിയാഴ്ച ദിവസങ്ങളിലും ആചാരാനുഷ്ഠാന പ്രകാരം വ്രതമനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ഈ മിഥുന മാസത്തിൽ ചിലർക്ക് അസാമാന്യ ബുദ്ധിശക്തിയും സ്വർഗാത്മകതയും പ്രദാനം ചെയ്യുന്നതാണ്. ഗണിതം, ജ്യോതിഷം തുടങ്ങിയ മേഖലകളിൽ അവർക്ക് മികവ് പുലർത്തുവാനും ശുക്രന്റെ സ്വാധീനം കാരണം വീട്, വാഹനം, മാതൃസഹായം, സാമ്പത്തിക അഭിവൃദ്ധി എന്നിവയും അനുഭവത്തിൽ വരും. ഈ മാസം ആലോചനകളിലും തീരുമാനങ്ങളിലും കൂടുതൽ ശ്രദ്ധയും വിവേകവും പുലർത്തേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ചിന്താശൂന്യമായ പ്രവൃത്തികൾ നിങ്ങൾക്ക് വലിയ ദോഷങ്ങളിലേക്ക് നയിച്ചേക്കാം. നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ അല്പം കൂടി ശ്രദ്ധ ചെലുത്തേണ്ടി വന്നേക്കാം. അവരുടെ അസുഖങ്ങളോ അപ്രതീക്ഷിത സംഭവങ്ങളോ നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുവാൻ ഇടയുണ്ട്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കുമെങ്കിലും ഷെയർ മാർക്കറ്റിലോ ഭാഗ്യക്കുറിയിലോ നിക്ഷേപിക്കുന്നത് അപ്രതീക്ഷിതമായ ധനലാഭം നേടിത്തരുവാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ഹൃദ്രോഗം, വാതരോഗം, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ എന്നിവ വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീകളോടുള്ള അമിതമായ താല്പര്യം മാനഹാനിക്കും സാമ്പത്തിക നഷ്ടത്തിനും കാരണമാകും. അതിനാൽ ബന്ധങ്ങളിൽ കൂടുതൽ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്. ഇത്തരം പ്രവൃത്തികൾ മൂലം ഭാര്യയുടെയും മക്കളുടെയും കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമാണ്. ജാതകത്തിൽ മിഥുനത്തിൽ ബുധൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾക്ക് വാഹനഭാഗ്യം, സന്താന സൗഭാഗ്യം, വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവ ലഭിക്കുവാൻ ഇടയുണ്ട്. അവർക്ക് വിദ്യാഭ്യാസത്തിൽ ഉന്നതി, നല്ല വിവാഹബന്ധം, മാതാവിൻ്റെ പിന്തുണ, ഭൂമി ലാഭം, ദാമ്പത്തിക ഐക്യം, സംസാരത്തിൽ അധിഷ്ഠിതമായ തൊഴിലുകളിൽ വിജയം എന്നിവ പ്രതീക്ഷിക്കാം. ജീവിതത്തിൽ പൊതുവായ അഭിവൃദ്ധിയുണ്ടാകും. പ്രഭാഷകർക്കും സെയിൽസ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് സമൂഹത്തിൻ്റെ അംഗീകാരവും ആദരവും വന്നു ചേരും.
ജാതകത്തിൽ ബുധൻ പ്രതികൂല സ്ഥാനത്തുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ പുനർവിവാഹ സാധ്യതയോ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളോ ഉണ്ടാകും. ഈ കാലയളവിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നത് വളരെയധികം ഗുണകരമാകും. മിഥുന മാസത്തിൽ പൂരുരുട്ടാതി നക്ഷത്ര ജാതകരായ ആളുകൾ ബുധൻ, വെള്ളി, ശനിയാഴ്ച ദിവസങ്ങളിലും, ഉത്രട്ടാതി നക്ഷത്ര ജാതകരായ ആളുകൾ വ്യാഴം, ശനി, ഞായറാഴ്ച ദിവസങ്ങളിലും, രേവതി നക്ഷത്രക്കാരായ ആളുകൾ ചൊവ്വ, വെള്ളി, ഞായറാഴ്ച ദിവസങ്ങളിലും ആചാരാനുഷ്ഠാന പ്രകാരം വ്രതമനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്നതും വഴിപാടുകൾ സമർപ്പിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.